ഇങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തവും മഴയാണ്. ഒരു പരിപാടിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. ഓക്കെ, പതിവില്ലാതെ ഒരറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്ന മഴയാണിത്. പെട്ടെന്ന് വന്ന മഴയായതുകൊണ്ട് തന്നെ തുണികളെല്ലാം പറക്കിയിട്ട് ഇപ്പോൾ മഴ തോർന്നു. ഉച്ച സമയം കഴിഞ്ഞ് 3 മണിയായി. പെട്ടെന്ന് വന്ന മഴയായതുകൊണ്ട് തന്നെ ഫോഗ് അടിച്ച ഫീലാണ് ഗൈസ്. ഇവിടെ മൊത്തം നമ്മളെ കിളിക്കൂടാണ്. ഇവിടെ കിളികൾ പറന്നിറക്കുന്നു. നമുക്കിവിടെ 5 ഹിഞ്ചസാണുള്ളത്. ഹിഞ്ചസ് അതിൽ 4 നോർമലി അല്ല, 3 എന്തോ ടൈപ്പ് ആണ്. അതിലൊന്ന് ബംഗാൾ ഹിഞ്ചസ് എന്തോ ആണ്. ഒരു വൈറ്റ്, പിന്നെ ബാക്കി 2 കളർ അങ്ങനത്തെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആമ്പലുണ്ട്, പൂത്തിട്ടില്ല. പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ട് ഗൈസ്. ഫുള്ള് മഴമയമാണ്. എന്നാൽ ദൂരെ നോക്കുമ്പോൾ വെയിലുണ്ട് ഗൈസ്. ഈ പൂ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇതാണ് ശംഖുപുഷ്പം എന്ന് പറയും, പക്ഷേ എനിക്ക് ശംഖുപുഷ്പമായിട്ട് തോന്നിയിട്ടില്ല. ഇത് നീല കളർ പൂ, പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾ ഈ കാണുന്ന ഈ വെള്ള പൂവില്ലേ, ഈ പൂവിൻ്റെ വലിയ മരമാണിത്. ഇപ്പം ഇത് പൂക്കാൻ മുട്ടുണ്ട്, പക്ഷേ പൂത്തിട്ടില്ല. ഇതിൻ്റെ ചെറിയ പൂക്കളാണത്. ഇതിൻ്റെ വലിയ ചെടിയാണിത്. ഇത് 2 പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ 2 വെറൈറ്റി ആയിരിക്കും. ഇത് കൂട്ടിൻ്റെ അകത്തും ഇത് കൂട്ടിൻ്റെ പുറത്തുമാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഗപ്പികളുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഗോൾഡ് ഫിഷ്, മറ്റേ മുഷിയാണോ എന്തോന്നു, അങ്ങനെ മറ്റേ പഞ്ഞ മീനുകൾ, അല്ലാതെ വളർത്ത മീൻ, അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട് ഗൈസ്. പണ്ടെപ്പോഴും കൊണ്ടിട്ടാണ്, ഇപ്പോഴും കൊണ്ടാക്കി ഇടുന്നുണ്ട്. അങ്ങനെ അല്ല, എൻ്റെ അകത്ത് ഗപ്പി ഉണ്ടെന്ന് തോന്നുന്നു. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഇതൊരു ടൈപ്പ് ചെമ്പരത്തിയാണ്. ഒരു ഇരട്ടത്തിരിക്കുന്നുണ്ട്. ഓക്കെ, കളർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കൊല പോലെ ഇരിക്കും. സാധാരണ നോർമലല്ല, വേറെ എന്തോ ടൈപ്പ്. പിന്നെ വിരിയാത്ത ചെമ്പരത്തി, അല്ലെങ്കിൽ മുളക് ചെമ്പരത്തി, അങ്ങനെയൊക്കെ പറയാം. കാണുമ്പോൾ ആ ലുക്കാണ് അതിന്. കണ്ടോ, കുറേ ഉണ്ട്. ഇന്ന് നല്ല ടോട്ടലി ഫ്രീ ടൈമാണ്. അതാണ് എനിക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് നോക്കാനും ഉള്ള ടൈം കിട്ടിയത്. അല്ലെങ്കിൽ ഈ ഏരിയയിലൊന്ന് വരാൻ പോലും എനിക്ക് പറ്റില്ല. ഇവിടെ അതാ എന്തോ കണ്ടോ, കൊത്തിക്കൊടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അണ്ണാൻ. അപ്പോൾ അവരാണ് കപ്പിൾസ്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. വേറെ ആൾ ഇതായിരിപ്പുണ്ട്, കണ്ടോ, അതാണ് ബംഗാൾ. മറ്റതെല്ലാം നോർമൽ വേറെ എന്തോ ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള പൂവായിരിക്കും ഇത്. ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഏത് പൂവാണെന്ന്. എല്ലാവർക്കും അറിയാന്നുള്ള പൂവല്ലേ? മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളർ. ഇവരിതാ ഗ്രൂപ്പായിട്ട് താഴോട്ട് ഇറങ്ങി. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പം നല്ല ഒരു വൈബ് സ്ഥലമാണ്. എന്നാൽ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വെയിലായി. രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ അവസ്ഥ. ഓക്കെ, അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഒരു വണ്ടി ഇരിക്കുന്നു, വേറെ വണ്ടി ഇരിക്കുന്നു. ഇത് ബൈക്കിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. പിന്നെ എന്താണ് പറയാനുള്ളത്? ഈ വണ്ടിയെക്കുറിച്ചെല്ലാം പറയണം, അല്ലെങ്കിൽ അതിനൊരു വീഡിയോ വേറെ ചെയ്യാം. അവിടെ കാക്കകളല്ലേ ഇരിക്കുന്നത്, കാക്കകൾ. എന്നാലേ ഇവിടെ അല്ല, ഇതിൻ്റെ അകത്തൊക്കെ തന്നെ തത്തക്കൂട്, തത്തയുണ്ട്, എന്തൊക്കെയുണ്ട്. ഒന്ന് ചലക്കനാണ്, കേൾക്കാം, കാണാനും പറ്റും, ചിലപ്പോൾ കണ്ടിട്ടുമുണ്ട്. പിന്നെ തെങ്ങിൻ്റെ പൊത്തിലൊക്കെ ചിലപ്പം കാണും. അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഈ പൂവിനറിയാമോ? ഇതറിയാമെങ്കിൽ എൻ്റെ പേര് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെയും. പിന്നെ ഇത്, പക്ഷേ ഇത് പൂത്തിട്ടില്ല. പൂക്കുമ്പം നല്ല കയ്യിലെ വലിപ്പം കാണും.
പക്ഷേ മുട്ടിതാണേ. പക്ഷേ ഇതെന്താ സാധനം എന്ന് ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. ഇതെനി എന്താവോ എന്തോ, എന്താണോ എന്തോ, ഇത് വിരിയുമ്പോൾ അറിയാം എന്തിനാണെന്ന്. ഇത് ആരെങ്കിലും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുണ്ട്, വിരിഞ്ഞ് വരും പൂ പോലെ. ഇനി പൂവിൻ്റെ കായാണോ എന്തോ അത്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, വയ്യ, ജലദോഷം, ചുമ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ സൗണ്ട് അല്പം പാടാണ്. പിന്നെ സൗണ്ട് തത്തര സൗണ്ട് എവിടെ പെട്ടിയുണ്ട്, ഞാൻ പറഞ്ഞില്ല, എവിടെയും കാണും. അത് തത്തയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഈ ദിവസം ഒരു പണിയും ചെയ്യാതെ തീതു എന്നുവെച്ചാൽ പണി ചെയ്യേണ്ട, വേറൊരു ചിന്തയും ഇല്ലാതെ ഈ ദിവസം തള്ളി നിൽക്കാൻ പറ്റിയെന്ന സന്തോഷത്തിൽ ഇന്നെങ്കിലും കിടന്നുറക്കാം ഗൈസ്. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഇതെല്ലാം കാണിക്കാൻ പറ്റി എന്നുവെച്ചാൽ എനിക്ക് ടൈം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നിങ്ങനെ സംസാരിക്കാൻ പറ്റിയത്, മനസ്സിലായ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്താണെന്ന് വെച്ചാൽ സാംസങ് S23 FE ക്യാമറയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാമറ ഡൾനെസ് എന്തായാലും കാണും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ മതിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ മുറ്റത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത മഴ വരുന്നതായിരിക്കും, വീണ്ടും കാണാം. അങ്ങനെയൊന്നുമില്ല, ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു, വിചാരിക്കുന്നു, നടത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വരുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ണാ എല്ലാം കളിക്കുകയാണ്. കണ്ണ് കിടില്ലല്ലേ? 3 പേരേ ഉള്ളൂ, ഇനിയുണ്ട് 2 പേര്, മൊത്തത്തിൽ 5 പേര് കല്ലിൻ്റെ പുറത്ത് നിന്ന്. അപ്പോൾ ഗൈസ് ബൈ.